ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നറിയപ്പെടുന്ന ബിഗ് ബോക്സിലെ ഈ ബിഗ് ബോക്സ് എന്നുള്ള പരിപാടി, അതിൽ എത്രത്തോളം കുതിരപ്പരിപാടി എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം ഇരുന്നിട്ടാണ് ഈ പരിപാടി കാണുന്നത്. അതായത് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ വഴക്കും വക്കാലത്തും തമ്മിലടിയും തമ്മിൽ ചീത്തവിളിയും ഒക്കെയാണ് ഇവർ സംപ്രേഷണം ചെയ്യുന്നത്. പല്ല് തേക്കുന്നതും വസ്ത്രം ഇതാക്കുന്നതും അവരായിട്ട് തമ്മിൽ വഴക്കടിക്കുന്നതും അവരുടെ തമ്മിലുള്ള കോലാഹലങ്ങളൊക്കെ. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പരിപാടിയുടെ ഒരു ഗെയിമിന്റെ ഭാഗമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണുന്നത് മൂലം ഇതിൽ കൂടി എന്ത് എന്റർടൈൻമെന്റ് ആണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ പോരെ. മാത്രമല്ല, ഈ കുടുംബ പ്രേക്ഷകരൊക്കെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ കുട്ടികൾക്കും കൊടുക്കുന്ന മെസ്സേജ്, ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സമൂഹത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് നല്ലൊരു സന്ദേശമായി ഉപകരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു വശം പരിപാടി തുടങ്ങിയത് മുതൽ സംപ്രേഷണം ചെയ്തതായിട്ട് ആർക്കെങ്കിലും അവകാശപ്പെടാൻ സാധിക്കുമോ? തമ്മിൽ വഴക്കടിക്കുന്നതും തമ്മിൽ കലഹിക്കുന്നതും തമ്മിൽ അടികൂടുന്നതും തമ്മിൽ ചീത്ത വിളിക്കുന്നതും അതെന്തെല്ലാം ഉണ്ടോ അതൊക്കെയാണ് ഇവർ സംപ്രേഷണം ചെയ്യുന്നത്. ഇതൊക്കെയാണ് കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചിരുന്നിട്ട് കാണുന്നത്. ഇതാണ് ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നിവർ അവകാശപ്പെടുന്നത്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണണം, കാണാണ്ട് ഇരിക്കണം എന്നൊക്കെ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്റെ വ്യക്തിപരമായുള്ള ഒരു കാഴ്ചപ്പാടിൽ, എന്റെ വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ പരിപാടി കാണാറില്ല. 1-2 എപ്പിസോഡുകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയെടുത്തു ഇതിന്റെ ദോഷവശങ്ങളും മറ്റുമൊക്കെ. മാത്രമല്ല, ഈ പരിപാടി, ഇങ്ങനെയുള്ള പരിപാടി കാണുന്നത് വഴി എന്താണ് നമ്മൾക്ക് അതിൽ ഒരു എന്റർടൈൻമെന്റായി ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. അതുകൊണ്ട് ഈ പരിപാടി കാണുന്നവർ ചിന്തിക്കുക, എന്തിനാണ് നമ്മൾ ഈ പരിപാടി കാണണമെന്നത്. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു.